ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ക്രിസ്തുവിൽ എനിക്ക് എത്രയും സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, ലൂക്കായുടെ വിശുദ്ധ സുവിശേഷം 4-ാം അധ്യായം 38-44 വരെയുള്ള തിരുവചനങ്ങളിലൂടെ ഈശോ സംസാരിക്കുന്നു. ഈശോ പത്രോസിൻ്റെ ഭവനത്തിലെത്തിയപ്പോൾ അവൻ്റെ അമ്മ സുഖമില്ലാതെ കിടക്കുന്നത് കണ്ട് അവളെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിക്കുന്നു, പനിയെ ശാസിച്ചുകൊണ്ട്. പലപ്പോഴും ഈ പൗരോഹിത്യ ജീവിതത്തിൽ ശുശ്രൂഷകൾ നിർവഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ പലരും വന്ന് കൈയൊന്ന് തലയിലേക്കൊന്ന് വെച്ചത് പ്രാർത്ഥിക്കണമേ, ശാരീരികമായ അസ്വസ്ഥത കൊണ്ട് വലയുകയാണ്. ഭവന സന്ദർശനത്തിനിടയിലല്ല, ശുശ്രൂഷകൾക്കിടയിലാണ്. അങ്ങനെ നമ്മൾ പ്രത്യേകമായിട്ടൊന്നും പ്രാർത്ഥന പറയാറില്ല ആവശ്യമുള്ളവർ കൈവയ്പ്പിന് വേണ്ടി വരാനായിട്ട്. പക്ഷെ ആ ശാരീരികമായ അസ്വസ്ഥതകൾ വിട്ടുമാറാൻ വേണ്ടി ഒരാശ്വാസത്തിന് വേണ്ടി വരികയാണ്. അപ്പോൾ ഈശോ പനിയെ ശാസിച്ചു എന്ന് പറയുന്നത് ദൈവത്തിനെ ശാസിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട്. മനുഷ്യൻ തൻ്റെ തന്നെ സ്വന്തമാകയാൽ അവനെ ആക്കിയിരിക്കുന്ന അല്ലെ അവളെ കൊടുക്കിലിട്ടിരിക്കുന്ന അസ്വസ്ഥതയിൽ നിന്ന് മോചിതമാകാൻ വേണ്ടി ഒരുപക്ഷെ ഈ പനികളും ശാരീരിക രോഗങ്ങളും ഒരു തിന്മയുടെ വശങ്ങളാവണം. അതുകൊണ്ടാണ് ശാസിക്കുന്നു, അല്ലെങ്കിൽ ആജ്ഞയോടുകൂടെ വിട്ടുപോകാൻ ആവശ്യപ്പെടുന്നത്. മറ്റൊരു വശം നാം ചിന്തിക്കുമ്പോൾ സഹനങ്ങൾ, ക്ലേശങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് അവിടുന്ന് അനുവദിക്കുന്നത് അവിടെ തൊടുത്ത് സഹിക്കാനും വേണ്ടിയിട്ട്. അപ്പോൾ താൻ സ്വന്തമാക്കുന്നവരെ അവരുടെ ശാരീരികമായ അസ്വസ്ഥതകളെ അവിടുന്ന് പരിഗണിച്ചുകൊണ്ട് അവരെ സ്വതന്ത്രരാക്കുന്നുണ്ട്. ഈശോയ്ക്ക് കൂടെ ഉണ്ടായിരുന്ന ശിഷ്യൻ ഗണത്തിന് അവൾ എഴുന്നേറ്റ് ഭക്ഷണം നൽകി എന്നുകൂടി പറയുമ്പോൾ ദൈവത്തിൻ്റെ ശാസന നമ്മുടെ ശാരീരിക രോഗങ്ങളിൽ നിന്ന്, അസ്വസ്ഥതകളിൽ നിന്ന് ഈ ശാസന കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് സ്വതന്ത്രമായി വിഹരിക്കാൻ സാധിക്കുകയുള്ളൂ. ദൈവത്തിൻ്റെ ശാസനയ്ക്ക് വേണ്ടി നമുക്ക് കാതോർക്കാം. ദൈവം നമ്മെ ശാസിക്കട്ടെ. തിന്മകളുടെ എല്ലാ മേഖലകളിൽ നിന്നും അവിടെ നമ്മെ വിടുവിക്കട്ടെ. എല്ലാ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. ആമേൻ.